നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് സഞ്ചരിച്ച ട്രെയിനിന് നേരെ കല്ലേറ്. ശതാബ്ദി എക്സ്പ്രസിന്റെ ജനൽ ചില്ല് ഈ കല്ലേറിൽ തകർന്നിരിക്കുകയാണ്. ഫിറോസാബാദിന് സമീപത്ത് വെച്ചാണ് കല്ലേറുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കാൺപൂരിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെ ഫിറോസാബാദിന് സമീപം ട്രെയിൻ എത്തിയപ്പോഴാണ് കല്ലേറുണ്ടായത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കല്ലേറുണ്ടായത്. മോഹൻ ഭാഗവത് യാത്ര ചെയ്തിരുന്ന E1 കോച്ചിലാണ് കല്ല് പതിച്ചതെന്നതാണ് ഏറ്റവും ഗൗരവകരം. കല്ലേറിൽ കോച്ചിന്റെ ജനൽ ചില്ല് തകരുകയും യാത്രക്കാർ വളരെയധികം ഭയന്നു. അവർ ഒരു പരിഭ്രാന്തി പടരുകയും ചെയ്തു. ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്തായാലും മോഹൻ ഭാഗവത് മറ്റ് യാത്രക്കാർ സുരക്ഷിതരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കല്ലേറുണ്ടായി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് റെയിൽവേ അധികൃതർ കോച്ച് പരിശോധിച്ചു. റെയിൽവേ പോലീസും മറ്റു റെയിൽവേ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഡൽഹിയിലേക്ക് യാത്ര തുടർന്ന ശതാബ്ദി എക്സ്പ്രസ് രാത്രി 10:15 തലസ്ഥാനത്ത് എത്തിച്ചേർന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫിറോസാബാദിലെ റസൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അതിർത്തിയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വം എറിഞ്ഞതാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. മോഹൻ ഭാഗവത് ആയിരുന്നോ ലക്ഷ്യം? അതുകൊണ്ടായിരുന്നോ കല്ലേറ് നടത്തിയതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിറോസാബാദിലൂടെ കടന്നുപോകുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന സംഭവങ്ങൾ നേരത്തെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രെയിനിന് നേരെ കല്ലേറ് അത് സ്ഥിരമുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള സ്ഥിരമുള്ള കല്ലേറാണോ അതോ മോഹൻ ഭാഗവത് ഉള്ളത് കൊണ്ടുള്ള കല്ലേറാണോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തലസ്ഥാനത്തെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 3 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണവും കിട്ടിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. പ്രമുഖ നേതാക്കളുമായും പൗരപ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. മോഹൻ ഭാഗവതിന്റെ സന്ദർശനം കണക്കിലെടുത്ത് തലസ്ഥാന നഗരിയിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന റോഡുകളിൽ പാർക്കിംഗ് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. നിയമം ലംഘിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് ഉടനടി നീക്കം ചെയ്യുകയും ഉടമകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ഓൾ സെയിൻസ് ജംഗ്ഷൻ ചാക്ക, ലോർഡ്സ് ജംഗ്ഷൻ കുഴിവിള, മുക്കോലിക്കൽ, കഴക്കൂട്ടം ഫ്ലൈ ഓവർ, വെട്ട് റോഡ്, ശംഖുമുഖം, വെട്ടുകാട്, മാധവപുരം, വേളി, സൗത്ത് തുമ്പ, സ്റ്റേഷൻ കടവ്, പള്ളിത്തുറ, ആറാട്ടുവഴി, സെന്റ് ആൻഡ്രൂസ് റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകേണ്ട യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടേണ്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 0471255871, മറ്റൊരു നമ്പറായ 9497930055. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് തൃശ്ശൂർ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ 13-ന് വൈകിട്ട് 4:30 ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ അദ്ദേഹം സംസാരിക്കുന്നത്. സദസ്സിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകും. 14-ന് വൈകിട്ട് 4:30 തൃശ്ശൂർ പൂഴയ്ക്കൽ ഹയാത്ത് റിജൻസിയിലാണ് പരിപാടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.